വർഷത്തിൽ 11 മാസങ്ങളിലും ദേവഗണങ്ങൾ പൂജയ്ക്കെത്തുന്ന ഒരു സ്ഥലം. പിന്നീട് 27 നാൾ കാനന മധ്യത്തിലെ ആ പുണ്യഭൂമി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് കൊട്ടിയൂർ. പുഴയിൽ മുങ്ങി ഈറനണിഞ്ഞ് തടാകമധ്യത്തിലെ ഓലപ്പുരയിൽ ഭക്തർ എത്തുന്നു. ഭഗവാനെ തൊട്ടും തലോടിയും ഭക്തർ മറുകര താണ്ടുന്ന കേരളത്തിലെ അപൂർവ തീർത്ഥാടന കേന്ദ്രമാണ് കൊട്ടിയൂർ. കൊട്ടിയൂർ അമ്പലം കൈലാസമായി, ഭക്തപ്രവാഹത്തിൻ ഗംഗയാറായി. ദക്ഷന്റെ വയനാടൻ കുന്നുകൾക്ക് താഴെ ബാവലിപ്പുഴയുടെ തീരത്തെ ഒരു പൂജാസ്ഥാനം ഈ കാനന കൈലാസേശ്വര ക്ഷേത്രം. കൊട്ടിയൂർ കഥകളുടെ മാത്രമല്ല, കാഴ്ചയുടെയും മനോഹാരിതയും സമ്മാനിക്കും. ദേവഗണങ്ങൾ പൂജ നടത്തുമ്പോൾ വിഘ്നം വരാതിരിക്കാനാണ് 11 മാസം ക്ഷേത്രത്തിൽ മറ്റാരും പ്രവേശിക്കാത്തത്. ബ്രാഹ്മണന്മാർ മുതൽ കാട്ടിലെ പഴമക്കാരായ കാടന്മാർ വരെയുള്ളവർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ സ്ഥാനികളാണ്. ഹിന്ദു സമാജത്തിലെ മുഴുവൻ വിഭാഗങ്ങൾക്കും തുല്യ പ്രാധാന്യം കൽപ്പിച്ച് ഓരോ ജാതീയ വിഭാഗത്തിനും അവരവരുടെ ജീവിതവൃത്തിയുമായി ബന്ധപ്പെട്ട് അടിയന്തര അവകാശങ്ങൾ നൽകിപ്പോരുന്ന ഒരു വ്യവസ്ഥിതി കൊട്ടിയൂർ വൈശാഖോത്സവത്തെ വേറിട്ടതാക്കുന്നു. തൃശിലാചലം, തൃച്ചെറുമന്ന എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ പ്രാചീന കാലം മുതൽ നടത്തിവരുന്ന ഐത്തരഹിത ആചാരമാണ് കൊട്ടിയൂർ വൈശാഖോത്സവം. ഇന്ന് കൊട്ടിയൂർ വൈശാഖോത്സവം ഏറെ പ്രശസ്തമാണ്. കണ്ണിനു കർപ്പൂരമായവൾ വാണുവല്ലോ, നല്ലൊരു നാമം സതിയെന്നു ചൊല്ലി വിളിച്ചുവല്ലോ. അതിപുരാതന കാലത്ത് ദക്ഷപ്രജാപതി യാഗം നടന്ന സ്ഥലമാണത്രേ കൊട്ടിയൂർ. യാഗവേദിയിലെത്തിയ സീതാദേവി അപമാനിതയായി ദേഹത്യാഗം ചെയ്ത പുണ്യഭൂമി. തന്റെ പ്രാണേശ്വരി ആത്മത്യാഗം ചെയ്ത ഹോമകുണ്ഡത്തിനരികിലായി യാഗപര്യവസാന വേളയിൽ സ്വയംഭൂവായി നിലകൊള്ളുന്ന ശിവചൈതന്യം ലോകരക്ഷയ്ക്കായി നടത്തുന്ന യാഗം ലക്ഷ്യത്തിൽ എത്താതെ സർവനാശത്തിലേക്ക് പോകുന്നത് കണ്ട ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വർ തുടങ്ങി 33 കോടി ദേവകളും ഒത്തുചേർന്ന സ്ഥലം കോടിയൂരായി. ഇത് കാലക്രമേണ പരിണമിച്ച് കൊട്ടിയൂരായി മാറി. ശിവശിഷ്യരിൽ പ്രധാനിയായ പരശുരാമൻ ഈ സത്യപർവ്വത സാനുക്കളിലെത്തി തപസ് ചെയ്തു. ദേവേന്ദ്രന്റെ നിർബന്ധമനുസരിച്ച് തപസ് മുടക്കാനായി കലിയെത്തി. കലിയുടെ പ്രവൃത്തിയിൽ കുപിതനായ ഭാർഗവരാമൻ കലിയെ കൊലപ്പെടുത്താൻ ഉറച്ചപ്പോൾ ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ടു അത്രേ. കലി ഒരിക്കലും ഈ യാഗഭൂമിയിൽ പ്രവേശിക്കില്ലെന്നും ഇവിടുത്തെ ഭക്തർക്ക് ദോഷം ഉണ്ടാക്കില്ലെന്നും ദേവഭൂമിയായ ഇവിടെ വർഷം തോറും വൈശാഖോത്സവം നടത്തുമെന്ന ഉപാധിയിൽ കലിയെ ഭാർഗവരാമൻ വിട്ടയച്ചു. മേടമാസത്തിലെ വിശാഖം മുതൽ മിഥുന മാസത്തിലെ ചോതി വരെ 3 മാസങ്ങളിലാണ് പരശുരാമ കൽപ്പിതമായ ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത്. കാലാന്തരത്തിൽ വൈശാഖോത്സവം തടസ്സപ്പെടുകയും ഈ പ്രദേശം കൊടുങ്കാട് മൂടുകയും ചെയ്തു. തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു കുറിച്യ യുവാവ് നായാട്ടുവേളയിൽ ശിവചൈതന്യം വഹിക്കുന്ന ഒരു കൽവിളക്ക് കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷം ക്ഷേത്രം ഓലപ്പുര വെച്ച് നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഒരു മഹാക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള വാസ്തുവിദ്യകളോ കൊടിമരമോ ചുറ്റമ്പലമോ ഇവിടെയില്ല. ബാവലി തീർത്ഥം ഒഴുകിയെത്തുന്ന തിരുവഞ്ചിറ എന്ന നദിയുടെ മധ്യത്താണ് കൽക്കെട്ടിൽ നിർമ്മിച്ച ഈ പുണ്യക്ഷേത്രം. മണിത്തറ എന്ന സ്വയംഭൂ ശിവസങ്കല്പ സ്ഥാനം, സതീദേവി ജീവത്യാഗം ചെയ്ത അമ്മ മറഞ്ഞ തറ എന്ന അമ്മാറയ്ക്കൽ തറ, തിരുവഞ്ചിറയ്ക്ക് ചുറ്റുമായി താമസിക്കാനുള്ള പർണശാല സമാനമായ കയ്യാലുകൾ എന്ന പേരിലുള്ള ഓലപ്പുരകളാണ് ഇവിടെ ഉള്ളത്. ഇതൊരു ക്ഷേത്രമെന്ന് കരുതാൻ ആർക്കും ഇഷ്ടമല്ല. ഒരു ആരാധനാ കേന്ദ്രം എന്ന് പറയുവാനാണ് എല്ലാവർക്കും ഇഷ്ടം. വൈശാഖോത്സവം കഴിയുമ്പോൾ ഇവിടം പിന്നെയും പഴയ രീതിയാകുന്നു. കാട്, മഴ, 27 നാൾ മനുഷ്യർ പൂജിച്ച ഒരു ദേവനും ഇവിടെ ഉണ്ടാകും. അടുത്ത വൈശാഖോത്സവം കാത്ത്. കൊട്ടിയൂരമ്പലം കൈലാസമായി, ഭക്തപ്രവാഹത്തിൻ ഗംഗയാറായി. ദക്ഷന്റെ ഹോമത്തിൻ ഭൂമി വിളങ്ങി, ദക്ഷിണ കാശിയെ നമ്മൾ വണങ്ങി. കൊട്ടിയൂരമ്പലം കൈലാസമായി, ഭക്തപ്രവാഹത്തിൻ ഗംഗയാറായി. ദക്ഷന്റെ ഹോമത്തിൻ ഭൂമി വിളങ്ങി, ദക്ഷിണ കാശിയെ നമ്മൾ